Good morning, all. എന്താണ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ എണ്ണസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരെയുള്ളോ ക്ലാസ്സിലാ? ഓക്കെയോ? മിസ് കഴിഞ്ഞ ദിവസം എടുത്തത് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നോക്കിയിരുന്നോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് തുടങ്ങിക്കോട്ടെ മിസ്. Next, importance of measuring patient satisfaction. Patient satisfaction measure ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെ, പ്രാധാന്യം എന്താണ്? എന്താണ് പ്രാധാന്യം? എന്തായിരിക്കും? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ള നമ്മൾ കണക്കാക്കിയാൽ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ഹോസ്പിറ്റലില്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പേഷ്യന്റിന്റെ സർവേ എടുത്ത്, സാറ്റിസ്ഫാക്ഷൻ സർവേ എടുത്ത് അത് ചെക്ക് ചെയ്ത് അവർക്ക് എന്തൊക്കെ കാര്യം, ഇംപ്രൂവ് ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പിന്നെ എന്തൊക്കെ അറിയാൻ ഫെസിലിറ്റീസ് അല്ലെ, പിന്നെ സ്റ്റാഫിന്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അറിയാൻ സാധിക്കില്ലേ? പിന്നെ അവൈലബിലിറ്റി, പിന്നെ പേഷ്യൻസിനെ തരം തിരിച്ചറിയാൻ സാധിക്കില്ലേ? പേഷ്യൻസിനെ എങ്ങനെയുള്ളവരാണ് അല്ലെ, ദേഷ്യമുള്ള പേഷ്യൻസ് ആണോ അല്ലെ? പിന്നെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ഈ സർവേ നോക്കി അവര് അതിൽ എഴുതൂ അല്ലെ, എന്താണ് ഹോസ്പിറ്റലിലെ ഇതിൽ അവരെന്താണ് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ, അവര് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ അവര് അപ്പൊ അവർക്ക് എന്താണ് മോർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് പറയുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ is an important scale to measure overall healthcare quality. എന്താണ് overall healthcare quality അല്ലെ, എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ എന്താണ് ഗുണനിലവാരത്തെ, ആരോഗ്യ പരിചരണ നിലവാരത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അളവല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ മിക്ക പേഷ്യൻസും മാർക്ക് ചെയ്ത് കൊടുക്കാണ്, എന്താണ് പേഷ്യൻസിലെ ക്ലീൻനെസ്സിന് അവര് സാറ്റിസ്ഫൈഡ് അല്ല, ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞാല് നമുക്കറിയാൻ സാധിക്കില്ലേ, അത് അളക്കാൻ സാധിക്കില്ലേ? ഹൈജീനിക് അല്ല അല്ലെ, ഹോസ്പിറ്റലിലെ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സറൗണ്ടിങ്സ് ക്ലീനിങ് അല്ല അല്ലെ, നമുക്കത് അളക്കാൻ സാധിക്കുകയാണോ? അപ്പൊ എന്താണ് ഈ ഹോസ്പിറ്റലിലെ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, എന്താണ് മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി, ഗുണനിലവാരത്തെ കുറിച്ച് അളക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അളവാണ് patient satisfaction. With the help of patient satisfaction survey, continuous measuring of patient satisfaction and improving patient experience can be attained. എന്താണ്
നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തുടർച്ചയായി വിലയിരുത്താനായിട്ട്, അളക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള അവരുടെ അനുഭവം, എക്സ്പീരിയൻസ് നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു അല്ലെ. നമുക്ക് എന്താണ്? അവർക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു, ഹോസ്പിറ്റലുകാർ തന്നെ അല്ലെ, അവരുടെ പോരായ്മകൾ എന്താണ് അല്ലെ, ഡിഫക്റ്റുകൾ എന്താണ് അല്ലെ. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അവർക്ക് അറിയാൻ പറ്റില്ലേ? അപ്പൊ അവർക്ക് എന്താണ്? പേഷ്യൻസ് എക്സ്പീരിയൻസ്, പേഷ്യൻസ് അവിടെ നിന്ന് അറ്റൈൻ ചെയ്യുന്ന, ആർജിക്കുന്ന എക്സ്പീരിയൻസ്, അനുഭവം ഇംപ്രൂവ് ചെയ്യാനായിട്ടും വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നു. ഇറ്റ് ഈസ് an invaluable tool to catch patient feedback without much effort. എന്താണ്? കൂടുതൽ എഫേർട്ട് ഇല്ലാതെ അല്ലെ, പ്രയാസമില്ലാതെ രോഗികളുടെ ഫീഡ്ബാക്ക് കണ്ടെത്തുന്നതിനുള്ള ഒരു വിലമതിക്കാനാവാത്ത അല്ലെ, ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഉപകരണമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ക്ലിയർ ആയത്? സിമ്പിൾ അല്ലേ ഇത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഈ സെക്ഷൻ തന്നെ മുമ്പ് ഇൻട്രൊഡക്ഷനിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, 5 reasons when you should measure patient satisfaction. എന്താണ്? 5 കാരണം കൊണ്ടാണ്. എന്താണ്? 5 reasons why you should measure patient satisfaction. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള 5 കാരണങ്ങൾ, 5 reasons. എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു പേഷ്യൻസിന്? ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ, ഉയർന്ന നിലവാരമുള്ള പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കാൻ സാധിക്കുന്നില്ലേ? രോഗി പരിചരണ സേവനം നൽകാൻ സാധിക്കുന്നു അല്ലെ. എന്താണ്? ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ്? ഉയർന്ന നിലവാരമുള്ള, ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ സർവീസ് നമുക്ക് നൽകാനായി സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. എന്താണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പെർഫോമൻസ് അല്ലെ, നെ കുറിച്ച് അളക്കാനായി സാധിക്കുന്നു അല്ലെ. ആരൊക്കെ കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, എന്തെങ്കിലും അവരെന്താണ്, അവരുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ സ്റ്റാഫിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ. ബിഹേവിയർ, എന്തെങ്കിലും അവർക്ക് പേഷ്യൻസിനോട് മോശമായി ബിഹേവ് ചെയ്യുന്നുണ്ടോ അല്ലെ, അവർക്ക് എന്താണ് നല്ല നിലവാരമുള്ള ക്വാളിറ്റീസ് എന്താണ് പരിചരണം കൊടുക്കുന്നുണ്ടോ അല്ലെ, കറക്റ്റ് രീതിയിൽ അവരെ കെയർ ചെയ്യുന്നുണ്ടോ അല്ലെ, ഇതൊക്കെ അറിയാൻ സാധിക്കുന്നില്ലേ? നെക്സ്റ്റ്, ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. നമുക്ക് ആരെ അറിയാൻ സാധിക്കുന്നു? ആംഗ്രി അല്ലെ, ദേഷ്യം ഉള്ള പേഷ്യൻസിനെ, മിഫ്ഡ് പേഷ്യൻസ് അലോസരപ്പെടുത്തുന്ന. ചിലരെന്ത് ചെയ്യും, ചിലരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കും അല്ലെ. ഒരു നിസ്സാര കാരണം കിട്ടിയാൽ അവരെന്ത് ചെയ്യും, അതുമ പിടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അലോസരപ്പെടുത്തുന്ന. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അറിയാനായി സാധിക്കുന്നു. അവർ ചെറിയൊരു കാര്യം കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലെ, ബഹളം ഉണ്ടാക്കാനായിട്ട്, മറ്റുള്ളവരെ മേത്ത് ചാടിക്കയറാനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ അറിയാനായി സാധിക്കുന്നു. ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. എന്താണ് പേഷ്യൻസിന്റെ കെയർ എക്സ്പീരിയൻസ് അല്ലെ, പരിചരണ അനുഭവം, ഹോസ്പിറ്റലിൽ നിന്നുള്ള കെയർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ടു ഇംപ്രൂവ് പേഷ്യൻസ് റിട്ടൻഷൻ റേറ്റ്. റിട്ടൻഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോ ഇൻട്രൊഡക്ഷനിൽ മിസ് പറഞ്ഞില്ലേ, സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസ് എന്ത് ചെയ്യും, സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസ് എന്ത് ചെയ്യും, വീണ്ടും അവിടെ തന്നെ വരും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എന്താണ് പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിൽ നിലനിർത്താനായി അല്ലെ, റിട്ടൻഷൻ ചെയ്ത് നിർത്താം, വീണ്ടും വരും അല്ലെ. അപ്പൊ അവരെന്താണ് നിലനിർത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? 5 reasons.
ഈ ആ റീസണെ കുറിച്ചാണ് പറയുന്നത്. ഓരോ റീസണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യൻസ് കെയർ എക്സ്പീരിയൻസ് സർവീസ്. എന്താണ്? പേഷ്യൻസിന് ഉയർന്ന തല to provide top tier patient care service. എന്താണ്? പേഷ്യൻസിന് ഉയർന്ന തല പരിചരണ സേവനം നൽകുക അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. measuring patient satisfaction helps the hospital ascertain the areas of improvements and centers on to provide better patient care service. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? measuring patient satisfaction helps the hospital ascertain the areas of improvement. നമുക്ക് patient satisfaction ഉപയോഗിച്ച് മെഷർ ചെയ്തെങ്ങാണ്ട് അളന്നുങ്ങാണ്ട് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഏതൊക്കെ ഏരിയാസിലാണ് അല്ലെ, ഏതൊക്കെ സെന്റേഴ്സിലാണ് പോരായ്മകളുള്ളത് അല്ലെ. ബെറ്റർ പേഷ്യന്റ് സർവീസ് പേഷ്യന്റ് കെയർ സർവീസുകൾ നൽകേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. ഉറപ്പാക്കാനായി സാധിക്കുന്നു. ഏതൊക്കെ ഏരിയാസിലാണ്, അതല്ല ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് എന്താണ് ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കേണ്ടതെന്ന്, പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? അച്ചീവിംഗ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ ദ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസസ് given by the team as or specialized doctors or and hospital staff. പിന്നെ എന്താ പറയുന്നേ? ഹോസ്പിറ്റലിലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ സ്റ്റാഫും എങ്ങനെ നൽകണം? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ. നല്ല എന്താണ്? ഉയർന്ന നിലവാരമുള്ള പരിചരണ സേവനങ്ങൾ നൽകിയാൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? പേഷ്യൻസിന് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുള്ളൂ അല്ലെ. അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ക്ലാസ് എടുത്താലല്ലേ നിങ്ങൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ് കട്ട് ചെയ്തു പോവും അല്ലെ, ക്ലാസ് ലെഫ്റ്റ് ചെയ്തു പോവും, മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ് ലെഫ്റ്റ് ചെയ്തു പോവും. അതേപോലെ എന്താണ്? ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഉയർന്ന നിലവാരമുള്ള പരിചരണ സേവനങ്ങൾ നൽകിയാൽ മാത്രമാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഉയർന്ന നിലവാരമാക്കാൻ, ഉയർന്ന രീതിയിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? The entire staff must consider patients with warmness, friendly receptions, who arranges the appointments. Appointments എടുക്കുന്ന സമയത്ത് റിസപ്ഷൻ എന്ത് ചെയ്യണം? പേഷ്യൻസിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം? വാംനെസ് അല്ലെ, ഊഷ്മളമായ രീതിയിൽ വേണ്ടേ അല്ലേ? അവരുടെ അടുത്ത് വിവരങ്ങളൊക്കെ ചോദിച്ച് അല്ലെ, നല്ല ചിരിച്ച് അല്ലെ. ദേഷ്യപ്പെട്ടാണോ അവരുടെ അടുത്ത് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്? സൗമ്യമായി അല്ലെ, മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിയിട്ടല്ലേ. എന്താണ്? എന്താണ്? പേഷ്യൻസിനെ ഊഷ്മളമായ രീതിയിൽ എന്താണ് റിസപ്ഷനിസ്റ്റ് അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്യുക. ഡോക്ടേഴ്സ് പ്രൊവൈഡിങ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് എന്ത് കൊടുക്കുക? പേഷ്യൻസിന് റൈറ്റ് ട്രീറ്റ്മെന്റിൽ അവർക്ക് ഉചിതമായിട്ടുള്ള ശരിയായ ചികിത്സകൾ നൽകുക. ടു ദ നേഴ്സ് ടേക്കിംഗ് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദി പേഷ്യൻസ്. എന്താണ്? നേഴ്സ് അവരുടെ എന്താണ് വൈറ്റൽ സ്റ്റാറ്റസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള വൈറ്റൽ സ്റ്റാറ്റസുകൾ കളക്ട് ചെയ്യുക അല്ലെ. പേഷ്യന്റ് നേഴ്സ് എന്ത് ചെയ്യും? അവരുടെ വൈറ്റൽ സൈനുകളൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ടെമ്പറേച്ചർ, വെയിറ്റ് അല്ലെ, പൾസ് അല്ലേ, BP ഒക്കെ നോക്കാറില്ലേ? BP. അപ്പൊ എന്താണ്? To the nurse taking vital status of the patients. എന്താണ്? നേഴ്സ് പേഷ്യൻസിന്റെ വൈറ്റൽ സ്റ്റാറ്റസ്, സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ
എടുക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, what hospital do to enhance patient care services? എന്താണ്? രോഗി പരിചരണ സേവനങ്ങള് മെച്ചപ്പെടുത്താൻ ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുന്നത്? Follow the correct way to diagnose the illness in time. എന്ത് ചെയ്യുക? കൃത്യസമയത്ത് പേഷ്യൻസിന് കൃത്യസമയത്ത് ഡോക്ടർ എന്ത് ചെയ്യുക? രോഗനിർണയം നടത്തുക അല്ലെ? അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് രോഗനിർണയം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഡോക്ടർമാര് എന്ത് ചെയ്യാ? കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ്. ടൈം ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ? നമ്മിപ്പോ പറയില്ലേ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ പറയില്ലേ 3rd സ്റ്റേജിലൊക്കെ എത്തിയിട്ട് രോഗനിർണയം നടത്തിയിട്ട് കാര്യമില്ല അല്ലെ? അവർക്ക് കാര്യമുണ്ടോ? ഇല്ലേ? 1st സ്റ്റേജിലൊക്കെ ആണെങ്കിൽ എന്ത് പറയും? അവര് ട്രീറ്റ്മെന്റ് ചെയ്ത് അവര് നമുക്ക് എന്താണ് ഭേദമാക്കാൻ സാധിച്ചേനാ അല്ലെ? എന്താണ്? അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് പേഷ്യൻസിനെ കറക്റ്റ് സമയത്ത് എന്താണ് ഡയഗ്നോസിസ് ചെയ്യുക, രോഗനിർണയം നടത്തുക. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അസസ് ടു ഫിസിഷ്യൻ. എന്താണ്? ഡോക്ടർമാരുടെ സേവനം അല്ലെ? ഇൻക്രീസ് ചെയ്യാ അല്ലെ? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പിന് ചെല്ലുമ്പോ പറയാണ് ഡോക്ടർ ഇല്ല, ഡോക്ടർ ഇന്ന് ലീവാണെന്ന് പറഞ്ഞാൽ ശരിയാവോ? അപ്പൊ എന്താണ്? ഫിസിഷ്യന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ശുപാർശ ചെയ്യുക? കറക്റ്റ് അല്ലെ? ഉചിതമായിട്ടുള്ള അല്ലെ? റൈറ്റ് ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുക. വേണ്ടേ? ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ്? ചെലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് അവർക്ക് വാഗ്ദാനം ചെയ്യാം അല്ലെ? ഇപ്പൊ നമ്മ പറയില്ലേ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അസുഖമാണെങ്കിൽ അല്ലെ ഒരുപാട് പൈസ ചെലവാന്ന് പറയാറുണ്ടോ? നമ്മ മാസ്റ്റർ ഒക്കെ പറയാറുണ്ടോ? എക്സാമ്പിൾ പോലെ കോസ്റ്റ് കൂടും. അപ്പൊ എന്താണ്? ഒരു ചെറിയ അസുഖമായിട്ട് പോയാൽ എന്താണ്? നമ്മുടെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 9,000 രൂപ ഇല്ലാണ്ട് ആ ഹോസ്പിറ്റലിൽ പോവാൻ പറ്റില്ല അല്ലെ? ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ എന്താണ് ഒരുപാട് പൈസ വാങ്ങുമെന്ന് പറയാറില്ലേ? അപ്പൊ എന്താണ്? ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻ പേഷ്യൻസിനെ വാഗ്ദാനം ചെയ്യുക. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. എന്താണ്? അവർക്ക് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ഗുണനിലവാരമുള്ള പരിചരണം നൽകുക അല്ലെ? പേഷ്യൻസ് ഫോളോ അപ്പിനൊക്കെ വരുമോ ഡിസ്ചാർജിന് ശേഷം അല്ലെ? ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് കൊടുക്കുക? അവർക്ക് നിലവാരമുള്ള പരിചരണം നൽകുക. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. എന്താണ് പേഷ്യന്റ് സെന്റേർഡ് കെയർ? പേഷ്യന്റിനെ കേന്ദ്രീകൃതമായിട്ട് പരിചരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് തന്ത്രങ്ങളെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും? ഫസ്റ്റ് നോക്കിയേ, ടൈംലി ഡയഗ്നോസിസ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടൈംലി പറയുന്നത്. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. എന്താണ്? കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? രോഗനിർണയം നടത്തുക. ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻസ്. എന്താണ്? ഡോക്ടറുടെ സേവനം അല്ലെ ഉറപ്പാക്കുക അല്ലെ? കറക്റ്റ് സമയത്ത് എന്താണ്? ഡോക്ടേഴ്സിന്റെ സേവനം നമുക്ക് വർദ്ധിപ്പിക്കുക. പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. എന്താണ്? ചിലവ് കുറഞ്ഞ. എന്താണ്? പക്ഷെ എന്താണ്? ചിലവ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ക്വാളിറ്റി കുറയാൻ പാടുണ്ടോ? ചിലവ് കുറഞ്ഞെന്ന് വെച്ച് ക്വാളിറ്റി കുറയാൻ പാടുണ്ടോ? ഇല്ല. എന്താണ്? ചിലവ് കുറഞ്ഞ ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് നൽകുക. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. പേഷ്യൻസിന് എന്ത് കൊടുക്കണം? അൺകണ്ടീഷൻ ആയിട്ടുള്ള അല്ലെ? വ്യവസ്ഥകളില്ലാത്ത അല്ലെ ലവും സ്നേഹവും പിന്തുണയും നൽകുക. നെക്സ്റ്റ് എന്താണ്? റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. എന്താണ്? ആവശ്യമില്ലാത്ത അല്ലെ
അനാവശ്യമായ ഫോളോ അപ്പ് വിസിറ്റുകൾ ഒഴിവാക്കുക. വേണ്ടേ? വെറുതെ ഒരു കാരണമില്ലാതെ പറയാൻ അവരുടെ അടുത്ത് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് അവരുടെ അടുത്ത്? ഇല്ല. അപ്പൊ എന്താണ്? റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്, അനാവശ്യമായ ഫോളോ അപ്പ് വിസിറ്റേഴ്സ്, ഫോളോ അപ്പ് സന്ദർശനം ഒഴിവാക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് നെക്സ്റ്റ് എടുത്തോട്ടെ. ടു know the performance of the hospital staff. എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ പെർഫോമൻസ്, പ്രകടനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പേഷ്യന്റ് സർവേയിലൂടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ പെർഫോമൻസ്, പ്രകടനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് unnecessary to keep a pulse on hospital staff performance at regular intervals. എന്താണ്? റെഗുലർ ഇന്റർവെൽസിൽ അല്ലേ, കൃത്യമായ ഇടവേളകളില് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ എന്താണ് പെർഫോമൻസിനെ കുറിച്ച്, അവരുടെ പ്രകടനത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? വിലയിരുത്താൻ സാധിക്കുന്നു അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ. പിന്നെ ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യൻസ് കെയർ. എന്ത് ചെയ്യുന്നു? ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകളെ എങ്ങനെയുള്ള പരിചരണം കൊടുക്കുന്നു? മനസ്സിന് സന്തോഷമാണ് അല്ലെ നമ്മ പുറത്ത് കാണിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ മുഖത്തും അല്ലെ. മനസ്സിന്റെ സന്തോഷമല്ലേ? ആണോ? ഇപ്പൊ നമ്മ ഒരുപാട് ഡിപ്രസ്ഡ് ആയി, ഒരുപാട് ടെൻസ്ഡ് ആയി, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ? എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെ? ക്ലാസ്സുകളിൽ കറക്റ്റ് രീതിയിൽ നമുക്ക് കയറി ക്ലാസ് കേൾക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ സാധിച്ചോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യൻസ് കെയർ. എന്താണ്? സന്തോഷമുള്ള അല്ലെ, സന്തുഷ്ടരായ സ്റ്റാഫുകൾ എങ്ങനെയുള്ള കെയർ കൊടുക്കുന്നു പേഷ്യൻസിന്? ബെറ്റർ പേഷ്യൻസ് കെയർ അല്ലെ, നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ നൽകുന്നു. ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വിസിറ്റ്, എന്താണ്? പേഷ്യൻസ് അവരുടെ വിസിറ്റിൽ, അവരുടെ സന്ദർശനത്തില് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ എന്താ പറ്റുന്നേ? There's possibility that patients will choose for service from another provider. Patients സ്വാഭാവികമായിട്ടും വേറെ എന്ത് ചെയ്യും? വേറൊരു ഡോക്ടറെ പ്രൊവൈഡ് ചെയ്യില്ലേ, കാണില്ലേ? വേറൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു, വേറൊരു ഡോക്ടറുടെ സർവീസ് അവര് തിരഞ്ഞെടുക്കുന്നു. Therefore, it's necessary to listen to the patients. ഇതെന്താണ്? Which will make them feel strengthened. എന്താണ്? പേഷ്യൻസിനെ. Therefore, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? It's necessary to listen to the patients. പേഷ്യൻസിനെ നല്ല രീതിയിൽ കേൾക്കണം അല്ലേ. കേൾക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ വിഷമങ്ങൾ അല്ലെ, അവരുടെ അസുഖങ്ങള്, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ആ ഡോക്ടർ നല്ലോണം കേട്ടിരിക്കുക അല്ലെ. അതല്ല, ഇപ്പൊ നിങ്ങളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാതെ പെട്ടെന്ന് തന്നെ ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാല് നിങ്ങൾക്ക് ഇഷ്ടാവോ? ആ ഡോക്ടർ ഇഷ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? അതല്ല നമ്മളോട് നല്ലോണം നമ്മ പറയുന്നത് ഫ്രണ്ട്ലി ബിഹേവിയറാ, നമ്മ പറയുന്നത് കറക്റ്റ് ആയിട്ട് അവര് കേട്ടിരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കാണ്, ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ, അവരോടത്ത് ഇപ്പൊ ഇവിടെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നൊക്കെ മരുന്നുകൾ എഴുതി തന്നാൽ എന്താ? നമുക്ക് ആ ഡോക്ടർ നല്ല രീതിയിൽ ഇഷ്ടാവും അല്ലെ. വീണ്ടും നമ്മ ആ ഡോക്ടറെ കാണാൻ പോകും. എന്താ? Therefore, it's necessary to listen to the patients. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ? പേഷ്യൻസിനെ നല്ല രീതിയിൽ എന്താണ് കേൾക്കുക. which will make them feel strengthened. അപ്പൊ അതെന്ത് ചെയ്യുന്ന? ആ പേഷ്യൻസിന്റെ ഫീൽ അല്ലേ, അവരുടെ ഫീൽ എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ ചെയ്യുന്നു അല്ലെ, കൂട്ടല്ലേ ചെയ്യുന്നേ. അവരൊരു കംഫേർട്ട് ഉണ്ടാവുന്നു അല്ലെ, അവര് ഹാപ്പി ആവുന്നു അല്ലെ. ഹാപ്പി ആവുകയല്ലേ ചെയ്യാം. നെക്സ്റ്റ് പിന്നെ ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് പറഞ്ഞിട്ട് മിസ്, what can the hospital do to improve staff performance? എന്താണ് സ്റ്റാഫ് പെർഫോമൻസ്?
ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക ഹോസ്പിറ്റലിൽ? വർക്കബിൾ ആയിട്ടുള്ള, അല്ലെ, പ്രവർത്തനക്ഷമമായ, ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ, സൗഹൃദപരമായ, വർക്കബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, അതല്ല പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തില് നമ്മള് തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് പറയുക, നമുക്ക് കറക്റ്റ് സാലറി ഇല്ല, അല്ലെ, എന്ത് ചെയ്താലും കുറ്റം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ? നല്ല രീതിയില്ല. അവർക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയില്ല. നമ്മൾ ഇത്രത്തോളം വർക്ക് ചെയ്താൽ അവർക്ക് നമ്മളോട് ആത്മാർത്ഥതയില്ല. നമുക്ക് ഇഷ്ടാവോ? അപ്പൊ എന്ത് ചെയ്യുക? അതല്ല, അവർ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേണ്ട പ്രവർത്തന അന്തരീക്ഷം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവരുടെ ഇൻകം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അല്ലേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാണ്? സ്റ്റാഫുകൾക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള, സൗഹൃദപരമായിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തയ്യാറാക്കി ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് their റെസ്പോൺസിബിലിറ്റീസ്. ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ത് മനസ്സിലാക്കുക? അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെ, ഉത്തരവാദിത്തങ്ങള് മനസ്സിലാക്കുക. അവരുടെ എന്താണ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അവർക്കറിയോ എന്ന് ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തുക. കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ മാത്രം നടത്തിയാൽ മതിയോ? എന്തുകൂടി നടത്തണം? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ കൂടി നടത്തുക, അല്ലെ. അപ്പോഴാണ് സ്റ്റാഫുകളുടെ പരാതികളെ കുറിച്ച്, അല്ലെ, അവരുടെ മനസ്സിലെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അപ്പോഴല്ലേ? അവരറിയാൻ പറ്റുന്നത് അപ്പോഴല്ലേ? സ്റ്റാഫുകൾ അറിയാൻ പറ്റുന്നത് അങ്ങനെയുള്ള സർവേകൾ നടത്തുമ്പോഴല്ലേ? അങ്ങനെ എന്താണ്? കണ്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്? സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക. മോട്ടിവേറ്റ് നോ പെർഫോമൻസ് ടു എൻഹാൻസ് ദയർ പെർഫോമൻസ്. എന്താണ്? നോൺ പെർഫോമൻസ്, അല്ലെ, അധികം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത സ്റ്റാഫുകൾക്ക് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇംപ്രൂവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെ, പ്രചോദനം നൽകുക. എന്തേ പറയാറില്ലേ? നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ടോ? നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അല്ലെ, നിങ്ങളെ കൊണ്ട് കഴിവുണ്ട്, അല്ലെ, നല്ല രീതിയിലുള്ള കഴിവുണ്ട്, അല്ലെ. എന്താണ്? ചിലപ്പോ അവർക്ക് ടെൻഷൻ ആയിട്ടായിരിക്കും, അല്ലെ, നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാത്തത്. ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കുറവായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് കുറവായിരിക്കാം, അല്ലെ, പല രീതിയിൽ സംഭവിക്കാമല്ലോ. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടിയിട്ട്? നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള മോട്ടിവേഷൻസ്, പ്രചോദനം നൽകുക. റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ് എന്ത് ചെയ്യുക? അപ്പൊ മിക്ക കമ്പനികളിൽ, അല്ലെ, മിക്ക ഷോപ്പുകളിലൊക്കെ കൊടുക്കാറുണ്ട്, അല്ലേ? ബെസ്റ്റ് പെർഫോമൻസിനുള്ള സ്റ്റാഫില് ബെസ്റ്റ് പെർഫോമൻസ് ആരാണോ കാഴ്ചവെക്കുന്നത് അവർക്ക് റിവാർഡ് കൊടുക്കാറില്ലേ? മൊമെന്റ് കൊടുക്കും. ചിലർക്ക് എന്തായിരിക്കും? ഗോൾഡ് കോയിൻ, അല്ലേ, അങ്ങനെ കൊടുക്കാറില്ലേ? TV കൊടുക്കാറുണ്ട്, ഗോൾഡ് കോയിൻ കൊടുക്കാറുണ്ട്, അല്ലെ. അപ്പൊ എന്താണ്? അവർക്ക് അവരുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റാഫിന് വേണ്ട റിവാർഡ് നൽകുക. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഒരു പ്രചോദനാണ്, അല്ലെ. അടുത്ത വർഷം എനിക്ക് മേടിക്കണം, അല്ലെ, അടുത്ത വർഷം ഞാൻ മേടിക്കുന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്
implementing performance strategies to improve staff productivity. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവരുടെ പെർഫോമൻസ് സ്ട്രാറ്റജീസ് അല്ലെ, പെർഫോമൻസിലുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമത. സ്റ്റാഫിന്റെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസ് അല്ലേ, അവരുടെ പ്രവർത്തനങ്ങളല്ലേ, വർക്ക് അല്ലെ. അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ, വർദ്ധിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു? നോക്കിയേ, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ, വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യിക്കുക. എന്താണ്? അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, വർക്കബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് നൽകുക അല്ലെ. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനെ എങ്ങനെ നമ്മ ട്രീറ്റ് ചെയ്യാം, പരിഗണിക്കാം? ബഹുമാനത്തോടെ അല്ലെ. ഇപ്പൊ മാനേജ്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കാണുമ്പോ എന്താണ്, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇത്രയും ബഹുമാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്താണ്? നല്ല രീതിയിൽ, നല്ല ഓരോ ജോലികൾക്കും അതിൻ്റെതായ ഇതില്ലേ, പരിഗണന അല്ലെ, പരിഗണന എന്നല്ല. എന്താണ്? സ്റ്റാഫിനെ ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യുക, പരിഗണിക്കുക അല്ലെ, പെരുമാറുക. നെക്സ്റ്റ് എന്താണ്? പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. അവരോട് എന്ത് ചെയ്യുക? ഫീഡ്ബാക്ക് റെഗുലർ ആയിട്ട് വാങ്ങിക്കുക അല്ലെ, ഉണ്ടേ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ചസ്, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ. ഫീഡ്ബാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്താണ്? പ്രൊവൈഡ് feedback regularly. Be empathic and motivate non-performance. എന്താണ്? നോൺ പെർഫോമൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളോട് എങ്ങനെ പെരുമാറുക? എംപതിക് അല്ലെ, സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക അല്ലെ, ആണോ? നെക്സ്റ്റ്, acknowledge and reward best performance. എന്താണ്? മികച്ച പ്രകടനം അല്ലെ. ഇപ്പൊ ഒരു സ്റ്റാഫ് നല്ല രീതിയിൽ അവിടെ പെർഫോമൻസ്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക അല്ലെ, പിന്നെ അംഗീകരിച്ചു കൊടുക്കുകയും അവർക്ക് എന്ത് നൽകുകയും കൊടുക്കുക? റിവാർഡ് നൽകുകയും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരും അറിയില്ലേ, അവർ മനസ്സിൽ ചിന്തിക്കോ, ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് അല്ലെ, എനിക്ക് അതിനു വേണ്ടി ഒരു അംഗീകാരം ലഭിച്ചില്ല അല്ലെ, അവര് ചിന്തിക്കില്ലേ, മനസ്സിലാവും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എന്താണ്? നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവർക്ക് അംഗീകാരം നൽകുകയും അവർക്ക് റിവാർഡ് നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് എടുത്തോട്ടെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. ആരെ മനസ്സിലാക്കുക? ദേഷ്യമുള്ള പേഷ്യൻസിനെ അല്ലെ, അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന, എന്താണ്, നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടുന്ന അല്ലെ, ബഹളം വെക്കുന്ന പേഷ്യൻസിനെ, രോഗികളെ തിരിച്ചറിയുക. എവറി ഹോസ്പിറ്റൽ മീറ്റ്സ് എ സിറ്റുവേഷൻ വേർ ദേ ഷുഡ് ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. എല്ലാ ഹോസ്പിറ്റലിലും മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്താണ്? ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് അല്ലെ, നേരിടുക എന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലുകളും നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ് എന്താണ്? ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുക എന്നത്. ഇറ്റ്സ് ചാലഞ്ചിങ് ടാസ്ക് ടു കോപ്പ് വിത്ത് സച്ച് എ പേഷ്യൻസ് ആൻഡ് എസ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് ദെയർ ഫ്രസ്ട്രേഷൻ ടു ഓൺ ഹോസ്പിറ്റൽ. അവർ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന് നേരെ എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക് അല്ലെ, അതെന്താണ്? ഒരു വെല്ലുവിളിയാണ്, ചലഞ്ചിങ് ടാസ്ക് ആണ്. എന്ത് ചെയ്യുന്നു? ടു കോപ്പ്, അവരെ നേരിടാന്നുള്ളത്. ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസ് അല്ലെങ്കിൽ മിഫ്ഡ് പേഷ്യൻസിനെ നേരിടാന്നുള്ളത് എന്താണ്? ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്.
with such as patients and especially when they exhibit their frustration on hospital. അവരെന്ത് ചെയ്യുന്നു? അവരുടെ നിരാശ, ഫ്രസ്ട്രേഷൻ എവിടെ ഇതാക്കുന്നു? എക്സിബിറ്റ് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നു, ഹോസ്പിറ്റലിൽ പ്രകടിപ്പിക്കുന്നു അല്ലെ? ഉണ്ടോ? ഇപ്പൊ എന്താണ്, അപ്പോയിന്റ്മെന്റ്സിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടെ കിടന്ന് ഒച്ചെടുക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ? അവരവിടെ കിടന്ന് ഒച്ചെടുക്കും അല്ലെ? എത്ര നേരം ഞാൻ വന്ന് നിന്നിട്ട് അല്ലെ? നിങ്ങൾ എന്താ ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തത് അല്ലെ? ചോദിക്കാനില്ലേ? കേട്ടിട്ടുള്ളല്ലേ നമ്മത് ഹോസ്പിറ്റലിൽ പോകുമ്പോ. അപ്പൊ എന്താണ്, അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ നിരാശ അവിടെ പ്രകടിപ്പിക്കും, ഹോസ്പിറ്റലില് പ്രകടിപ്പിക്കും. പേഷ്യൻസ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. പേഷ്യൻസ് പല രീതിയിൽ അപ്സെറ്റ് ആവാം അല്ലെ? എന്തൊക്കെ കാരണം കൊണ്ട്? such as delay in appointments എടുക്കാൻ നേരം വരിക അല്ലെ? ഡിലേ വരിക. ലോങ് പേഷ്യൻസ് വെയിറ്റ് ടൈം, എന്താണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, എന്താണ് റോങ് ആയിട്ടുള്ള തെറ്റായ രീതിയിലുള്ള രോഗനിർണയം ചികിത്സയും അവർക്ക് നൽകുമ്പോൾ. ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ അല്ലെ? ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ആബ്സെൻസ് വരുമ്പോൾ അല്ലെ? അഭാവം വരുമ്പോൾ. ആൻഡ് ലോട്ട് ഓഫ് മോർ, എന്താണ് അതിൽ കൂടുതൽ അല്ലെ? വേറെ കാരണം കൊണ്ട് അവർക്ക് എന്ത് പറ്റാറുണ്ട്? അപ്സെറ്റ് ആവാറുണ്ട് അല്ലേ? ടെസ്റ്റിന് സാമ്പിൾ എടുക്കാൻ നേരം വൈകുക, അപ്പൊ വരാറില്ലേ ഫ്രസ്ട്രേഷൻസ്? രോഗി ഒച്ചെടുക്കാറില്ലേ? അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അവർക്ക് ശേഷം വന്ന ഒരു പേഷ്യൻസിനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്താൽ അവർക്ക് ദേഷ്യം വരും. ചിലപ്പോ പിന്നെ വന്ന പേഷ്യൻസ് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജില് അല്ലെ? കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വന്ന പേഷ്യൻസ് ആവാം. അപ്പൊ അവരെ കിടത്തി വിട്ടാലും ഈ രോഗി കിടന്ന് ഒച്ചെടുക്കും. ആംഗ്രി പേഷ്യൻസ് അല്ലെങ്കിൽ മിക്സഡ് പേഷ്യൻസ് ബഹളം വെക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള പല റീസൺ കൊണ്ടും ഇങ്ങനെ അവർക്ക് അപ്സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂസ് ദേ മൈറ്റ് ഈവൻ ഫേസ് ലീഗൽ ത്രെറ്റ്സ് ഫ്രം ഹോസ്പിറ്റൽ. അവര് ഇവരുടെ ഇഷ്യൂസ്, അവരുടെ പ്രശ്നങ്ങള് ഹോസ്പിറ്റൽ അഡ്രസ് ചെയ്യുന്നില്ല, അവര് നോക്കുന്നില്ല. ഇപ്പൊ അവിടെ ചെന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകാരെ അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റലുകാരെ ലീഗൽ ആയിട്ടുള്ള അല്ലെ? നിയമപരമായിട്ടുള്ള എന്താണ് ത്രെറ്റ്സ്, ഭീഷണി നേരിടേണ്ടി വരും അല്ലെ? ചിലപ്പോ അവര് പോയിട്ട് എന്ത് കൊടുക്കാം? കംപ്ലൈന്റ് കൊടുക്കാം അല്ലെ? കോർട്ടിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കില്ലേ? അപ്പൊ എന്താണ് അവര് ഇങ്ങനെയുള്ള അപ്പൊ ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂസ്, അവരെന്താണ് പേഷ്യൻസിന്റെ അവരുടെ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഇഷ്യൂ, പ്രശ്നങ്ങളെ കുറിച്ച് ഹോസ്പിറ്റലുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലില് നിയമപരമായിട്ടുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുന്നു. Hospitals can't disregard such situation, so it's better to learn how to cope with the patients. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹോസ്പിറ്റലുകാരെ എന്ത് ചെയ്യുക? സച്ച് സിറ്റുവേഷൻസ് അല്ലെ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവഗണിക്കാതിരിക്കുക അല്ലെ? അവരെ കേൾക്കുക. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ്. അവിടെ കറക്റ്റ് രീതിയിൽ കേൾക്കുന്നതാണ്, പഠിക്കുന്നതാണ് ഹോസ്പിറ്റലുകാർക്ക് നല്ലത്. As a care provider, ഒരു കെയർ പരിചരണം നൽകുന്ന ആൾ എന്ന നിലയിൽ hospital need to realize the warning signs and control the situation before it gets worsened. എന്ത് ചെയ്യാൻ പറ്റുന്നു? ഹോസ്പിറ്റല് എന്താണ് ഒരു കെയർ പ്രൊവൈഡർ, പരിചരണം നൽകുന്ന ആൾ എന്ന നിലയിൽ ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് അടയാളങ്ങൾ അവര് മനസ്സിലാക്കുകയും അല്ലെ? അത് മനസ്സിലാക്കുകയും എന്ത് ചെയ്യാൻ? സ്ഥിതി വഷളാകാതെ നിയന്ത്രിക്കുകയും ചെയ്യാം അല്ലെ? ഇപ്പൊ ഒരു പേഷ്യൻസ് അവരുടെ ബിഹേവിയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ഒരു പേഷ്യൻസ് വന്ന് ചിലപ്പോ അല്ലെ അവരുടെ ബിഹേവിയർ കണ്ടാൽ മനസ്സിലാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് അടയാളം, മുന്നറിയിപ്പ് അടയാളങ്ങള് മനസ്സിലാകുകയും സ്ഥിതി വഷളാകാതെ അവര് നിയന്ത്രിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? And need to create best practice and follow them handling angry patients. അതുകൊണ്ട് തന്നെ angry patientsനെ എങ്ങനെ അവര്
ഹാൻഡിൽ ചെയ്യാം അല്ലെ, കൈകാര്യം ചെയ്യാമെന്നതിനുള്ള ബെസ്റ്റ് പ്രാക്ടീസുകൾ, ബെസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മാർഗങ്ങള് തയ്യാറാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയത്? Next, implementing strategies to deal with angry patients. Angry patients ne deal ചെയ്യാൻ, കൈകാര്യം ചെയ്യാനുള്ള എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് നമുക്ക് നടപ്പിലാക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാനായി ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായി സാധിക്കുന്നു. സ്റ്റെപ്പ് 1 പറയുന്നത് acknowledge and listen to patients complaints calmly. എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള, ഇങ്ങനെയുള്ള പേഷ്യൻസിനുള്ള കംപ്ലൈന്റ്സ് അല്ലെ, അവർക്ക് പല കംപ്ലൈന്റ്സുകൾ ഉണ്ടാവുമല്ലോ, നിസ്സാര കാര്യങ്ങൾക്ക് വരെ അവർ കംപ്ലൈന്റ് പറയും അല്ലെ, പരാതി പറയുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കംപ്ലൈന്റ്സുകള് അംഗീകരിക്കുക അല്ലെ, കേൾക്കുകയും ലിസൺ ചെയ്യുകയും കാമായിട്ട് അല്ലെ, ശാന്തരായി കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 2, try to understand the root cause of the problem. എന്ത് ചെയ്യാ? റൂട്ട് കോസ് കണ്ടുപിടിക്കുക അല്ലെ, അവരുടെ ആ കംപ്ലൈന്റ്, ആ പരാതിക്കുള്ള മൂലകാരണം അല്ലെ, എവിടെയാണ് പ്രശ്നം വന്നത് അല്ലെ, ഇപ്പൊ റിസപ്ഷനിലാണോ പ്രശ്നം വന്നത്, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിലാണോ പ്രശ്നം വന്നത് അല്ലെ, അതിനുള്ള മൂലകാരണം റൂട്ട് കോസ് കണ്ടുപിടിക്കുക അല്ലെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3, avoid being defensive and response with empathy. നമ്മ എന്ത് ചെയ്യാതിരിക്കുക? പ്രതിരോധിക്കാതിരിക്കുക അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസ് പറയുമ്പോ നമ്മ പറയാണ്, തിരിച്ചു പറയാണ്, എന്താണ്, അങ്ങനെയൊന്നല്ല, അത് നിങ്ങൾക്ക് തോന്നിയതാണ്, അവര് നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അവരെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് കുറച്ചും കൂടി ദേഷ്യം വരുമോ? കുറച്ചുകൂടി ദേഷ്യം വരുമോ ആ പേഷ്യൻസിന്? അപ്പൊ എന്താ, നമ്മ അവിടെ അവരെന്ത് ചെയ്യാ? അവര് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മ പ്രതിരോധിക്കാതിരിക്കുകയും ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി, എന്താണ്, നമ്മ നല്ല എംപതിയോടുകൂടി, സഹാനുഭൂതിയോടുകൂടി അവരോട് റെസ്പോണ്ട് ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട മറുപടി നൽകുക അല്ലെ, പ്രതികരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 പറയുന്നത് മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് ദേ ആർ കൺസേൺ ആൻഡ് ടേക്ക് സീരിയസ്ലി. എന്താണ്? അവരോട് ക്ഷമ ചോദിക്കുക അല്ലെ. നമ്മ പറയാറില്ലേ, അവരെന്താ, മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് കൺസേൺ ആൻഡ് അവരുടെ പ്രശ്നങ്ങളെ നമ്മ ഗൗരവമായിട്ട് എടുക്കുക അല്ലെ, സീരിയസ് ആയിട്ട് എടുക്കുക വേണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ എന്താണ് ഇഷ്യൂസ് നമ്മ സീരിയസ് ആയിട്ട് എടുത്തു എന്ന് അവർക്ക് തോന്നണം. നമ്മ എന്ത് ചെയ്യും? അവരടുത്ത് പറയും, സോറി അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ അതിൽ ക്ഷമ ചോദിക്കണം, നമുക്ക് അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ പറയുകയാണെങ്കിലോ അവരൊന്ന് തണുക്കില്ലേ, നമ്മ അവരുടെ പ്രശ്നം കാര്യമായി ഗൗരവമായി എടുത്തിട്ടുണ്ട് അല്ലെ, അങ്ങനെ തോന്നില്ലേ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലേ? അപ്പൊ എന്താണ്, അവർക്ക് തോന്നണം, എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് ആരോഗ്യങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക. നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ് പറയുന്നത്? സ്റ്റെപ്പ് 5 പറയുന്നത് എന്താണ്? അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലംസ്. എന്താണ്, നമ്മൾ അവരോട് അപ്പോളജൈസ് ചെയ്യുക, ക്ഷമ ചോദിക്കുകയും ആ പ്രശ്നത്തിന് വേണ്ട പരിഹാരം അല്ലെ, ക്വിക്ക് ആക്ഷൻ, പ്രശ്ന പരിഹാരം പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 6 പറയുന്നത് നമുക്ക് അതിനു വേണ്ടി എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ക്ലിയർ ആയിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുക്കുക അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാലോ. ആ പ്രശ്നത്തിന് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കാണാൻ സാധിക്കുമെന്ന് ആ പേഷ്യൻസിനോട് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ അവരോട് ആശയവിനിമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? സ്റ്റെപ്പ് 6 വരെ ഓക്കെ അല്ലേ എല്ലാവർക്കും?
What can hospital do to deal with the angry patients? ആ angry patientsനെ ഡീൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? Take a deep breath and try to remain calmly. നമ്മൾ എന്ത് ചെയ്യാം? ദീർഘശ്വാസം എടുത്ത് ശാന്തത പാലിക്കാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും ഡീപ് ബ്രീത്ത് എടുത്ത് ശാന്തത പാലിക്കാൻ പറയുന്നത്? ചിലപ്പോ ആ പേഷ്യൻസിന്റെ ബിഹേവിയർ കാണുമ്പോ നമുക്ക് ദേഷ്യം വരും അല്ലെ? നിസ്സാര കാര്യമാണെങ്കിൽ നമുക്ക് ദേഷ്യം വരുമോ? ഇവർ എന്തിനാണ് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് തോന്നും. അപ്പൊ നമ്മുടെ ദേഷ്യം അടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? Take deep breath and try to remain calm. Next year, gather all the details about the patient's disease and treatment provided to them. എന്താണ് അവരിൽ നിന്ന് എന്താണ് രോഗിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക അല്ലെ? എന്തിനെ കുറിച്ചുള്ളത്? About the patient disease, അല്ലെ? പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ചും രോഗനിർണയത്തെ അസുഖത്തെ കുറിച്ചും അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നൽകിയിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. ക്ലിയർ ആയത്? പിന്നെന്താണ് നെക്സ്റ്റ് പറയുന്നത്? സ്പെൻഡ് ക്വാളിറ്റി ടൈം with patients to defect reason behind their outburst. Outburst എന്നാ പൊട്ടിത്തെറി. അവരാ ചൂടാവാനുണ്ടായ കാരണം അല്ലെങ്കിൽ അവരാ പ്രകോപിതരാവാനുണ്ടായ കാരണം അല്ലെ, അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആ പൊട്ടിത്തെറിക്ക് പിന്നിലെ സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ കാരണത്തെ കുറിച്ച് അറിയാനായിട്ട് സമയം ചിലവഴിക്കുക അല്ലെ? വേണ്ടേ? അവരോട് ചോദിച്ച് മനസ്സിലാക്കാണ്ടേ? എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടാ അല്ലെ? നിനക്ക് എന്ത് ഇതാണ് ഉണ്ടായത് അല്ലെ, പ്രോബ്ലമാണ് ഉണ്ടായത് അല്ലെ എന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ നമ്മ? അങ്ങനെയുള്ള ആ പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണത്തെ കുറിച്ച് സംഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ സമയം ചിലവാക്കുക. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂ. എന്താണ് നമ്മൾ നല്ല എംപതിയോട് കൂടിയ സഹാനുഭൂതിയില് എന്താണ് അവരുടെ പ്രോബ്ലംസ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. Avoid giving event to any disargument and defend against treats. എന്ത് ചെയ്യുക? നമ്മ അവരോട് ആർഗ്യുമെന്റ് ചെയ്യാതിരിക്കുക അല്ലെ, വാദങ്ങൾ നടത്താതിരിക്കുക അല്ലെ. കൂടാതെ എന്തും ചെയ്യരുത്? ആൻഡ് ഡിഫൈൻ അഗെയിൻസ്റ്റ് ട്രീറ്റ്, പ്രതിരോധിക്കരുത് അല്ലെ. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അവരെ കയ്യേറ്റം ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ തിരിച്ച് അവരോട് ചൂടാവുക അല്ലെ, അല്ലെങ്കിൽ അവരുടെ മേലേക്ക് തന്നെ പ്രശ്നം അവര് തന്നെ നിർമ്മിച്ചതാണെന്നും പറഞ്ഞ് അവരെ മേലേക്ക് ഇടാം. അങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? അവരെ ആർഗ്യുമെന്റ് ചെയ്യാനോ വാദങ്ങൾ നടത്താൻ അവരെ പ്രതിരോധ മാർഗങ്ങൾ അവർക്കെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനോ പാടില്ല. Protect legally by carefully document clinical and administrative complaints. എന്ത് ചെയ്യാ? ഇങ്ങനെയുള്ള കംപ്ലൈൻസുകൾ ചിലപ്പോൾ അതെന്ത് രീതിയിലേക്ക് ആവാം? ക്ലിനിക്കലായി ബന്ധപ്പെട്ടതാവാം അല്ലെ, ആരോഗ്യപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാമല്ലോ. ട്രീറ്റ്മെന്റ് ആവാം, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാകാം, എന്താണ് ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടതാകാം, ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാവാം, മരുന്നുകളുമായി ബന്ധപ്പെട്ടതാകാം അല്ലെ. അതല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻസ് ആവാലോ. അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ ഒരുപാട് നേരം വൈകി അല്ലെ, ഫയല് കറക്റ്റ് രീതിയിൽ ഫയൽ എടുത്തില്ല, ബില്ല് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് പരാതികൾ വരാനോ. അപ്പൊ ക്ലിനിക്കൽ ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ പരാതികൾ എന്താണ് നമ്മൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിക്കൊണ്ട് നിയമപരമായി അത് സൂക്ഷിക്കുക. ഇപ്പൊ ഫർദർ എന്തെങ്കിലും കേസോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് കാണിക്കണോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? നിയമപരമായി സൂക്ഷിച്ചു വെക്കുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്
to improve patient experience. എന്താണ് പേഷ്യൻസ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമോ പേഷ്യൻസ് സർവേ ഗുഡ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ? Most doctors spend a short span of time in which they want to complete various tasks from catching up with patients, understanding their concerns and providing the required treatments. മിസ് നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ചില ഡോക്ടേഴ്സ് കുറച്ച് സമയം മാത്രം എടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യൻസുമായി ഇടപെടുക അല്ലെ? ഒരു പേഷ്യൻസ് വന്ന് അവിടെയൊക്കെ ഇടപെടുകാൻ എന്താണ് അവർ വന്ന് ഇരുന്ന് ഒന്ന് ഇതായില്ലേ അവർ ഇടപെടുകാനായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദെയർ കൺസേൺ അവരുടെ ആശങ്കകൾ മനസ്സിലാക്കാൻ ആൻഡ് പ്രൊവൈഡിങ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡോക്ടർ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ അല്ലെ ചെറിയൊരു കാലയളവ് മാത്രം ഡോക്ടർ ചെലവാക്കുന്നു. ഇൻ സച്ച് കേസ് ഇങ്ങനെയുള്ള കേസുകളിൽ അപ്പൊ എന്ത് വരുന്നു? ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് പേഷ്യൻസ്. അപ്പൊ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പേഷ്യൻസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കോ? In such cases, ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? It would be difficult for doctors to address all the problems of the patients. ആ പേഷ്യൻസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മുഴുവൻ പ്രശ്നങ്ങളും ഡോക്ടർക്ക് മനസ്സിലാക്കാനായി സാധിക്കാതെ വരുന്നു അല്ലെ? ബുദ്ധിമുട്ടായി വരുന്നു. If we do not get answer for specific queries like എന്താണ് അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ കൊടുക്കാൻ പറ്റുമോ ഹോസ്പിറ്റലുകാർക്ക്? ഇല്ല അല്ലെ? Did we provide the desirable care? എന്താണ് അവര് ആഗ്രഹിച്ച അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈർ ആയിട്ടുള്ള കെയർ നൽകിയിട്ടുണ്ടോ? പറയാൻ പറ്റോ? ഹോസ്പിറ്റലുകാർക്ക് നൽകിയെന്ന് പറയാൻ പറ്റില്ല, നൽകിയില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ? രണ്ട് പറഞ്ഞാൽ അവർക്കെതിരെ പ്രശ്നമാണോ? നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസ് ഷൗട്ട് ചെയ്യും അല്ലെ? നൽകിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒച്ചെടുക്കും. പിന്നെ എന്തിനെ ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങി അല്ലെ ചോദിക്കൂലേ? അപ്പൊ എന്താണ്? Did we give the right advice? കറക്റ്റ് രീതിയിലുള്ള ഉപദേശം നൽകാൻ സാധിച്ചോ ഹോസ്പിറ്റലിന്? Would be difficult for hospital to improve the patient's experience. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നേ? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ കേൾക്കാത്ത ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി വരും. One of the best ways to improve it is by engaging with the patients and addressing their problem correctly after every interaction. അതുകൊണ്ട് ഓരോ ഇടപെടലുകൾക്ക് ശേഷം അല്ലെ രോഗിയുമായിട്ടുള്ള എന്ത് ചെയ്യുക? നല്ല രീതിയിൽ അവരുമായി ഇടപെടുക അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്താണ് ഓരോ ഇടപെടലിന് ശേഷം ഓരോ തവണ ഓരോ പേഷ്യൻസ് വന്നും അവരോട് നമ്മൾ ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുക അല്ലെ? അവരുടെ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം അല്ലെ? പേഷ്യൻസിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ? അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അവരുടെ നിന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രശ്ന പരിഹാരം നൽകുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഒന്നെടുത്ത ഭാഗം എല്ലാവർക്കും സിമ്പിൾ ആണ് അല്ലെ? ഈ ചാപ്റ്റർ കുഴപ്പമില്ലല്ലോ. അപ്പൊ മിസ് ഇനി നെക്സ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയില്ല. അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്.
Okay, thank you all. Thank you, ma'am. Thank you, ma'am.